രണ്ട് പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഇപ്പോൾ വിജയിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് ശാസ്ത്രജ്ഞരെല്ലാവരും തന്നെ. ഇതിന് ചുക്കാൻ പിടിച്ചത് തിരുവനന്തപുരത്തെ VSSC ആണ്. VSSC ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ മീഡിയയോടൊപ്പം ചേരുകയാണ്. സർ, രണ്ട് പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ്. ഒന്ന്, ബഹിരാകാശത്ത് നമുക്ക് ഒരു വിത്ത് മുളപ്പിക്കാൻ കഴിഞ്ഞു, പയർ വിത്ത്. അതിനോടൊപ്പം തന്നെ റീലൊക്കേറ്റർ റോബോട്ടിക് മാനിപ്പുലേറ്റർ എന്ന കൃത്രിമ യന്ത്രക്കൈ പ്രവർത്തിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ കാണുന്നു ഈ രണ്ട് നേട്ടങ്ങളും? PSLVയുടെ ഇത്തവണത്തെ പോയം മിഷനിനകത്ത് 24 എക്സ്പെരിമെൻറ്റ്സിൽ അതിൽ രണ്ടെണ്ണമാണ് ഈ പറഞ്ഞ. ഒന്ന്, ബഹിരാകാശത്ത് എങ്ങനെ വിത്ത് മുളപ്പിക്കാം. ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക വിദ്യയാണ്. നാളെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പോലുള്ള ഫ്ലോട്ടിംഗ് സ്റ്റേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ചെടികളും ഒക്കെ നമുക്കവിടെ സൃഷ്ടിക്കേണ്ടി വരും. രണ്ടാമത്തേത് ഈ പറയുന്ന പോലെ ഒരു റോബോട്ടിക് ആം. അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് പല ആവശ്യമുണ്ട്. റോബോട്ടിക് ആം ഈ സ്പേസ് സ്റ്റേഷൻ്റെ നിർമ്മാണത്തിൽ തന്നെ, അതുപോലെ കാർഗോ എടുക്കുന്നതിൽ, അല്ലെങ്കിൽ ഒരു ഫോൾട്ടി ആയിട്ടുള്ള സാറ്റലൈറ്റിനെ പിടിച്ച് റിപ്പയർ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഈ സ്പേസ് ഡെബ്രിയെ കളക്ട് ചെയ്യുന്നതിന്, ഇങ്ങനെ പല ആവശ്യമുണ്ട്. ഏതായാലും സ്പേസിൽ ഏതൊരു കൺസ്ട്രക്ഷനും ഭൂമിയിൽ എങ്ങനെയാണോ ക്രെയിൻ എന്ന് പറയണ പോലെ സ്പേസിൽ റോബോട്ടിക് മാനിപ്പുലേറ്റർ അല്ലെങ്കിൽ ആം ആവശ്യമാണ്. അങ്ങനെയാണ് ഈ രണ്ട് പരീക്ഷണങ്ങൾ നമ്മൾ ഇത്തവണ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ അതിൻ്റെ പോയം 4 മോഡ്യൂൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ബഹിരാകാശത്ത് അയച്ച അതേ മോഡ്യൂൾ തന്നെ, അതേ സൈസിലുള്ള മോഡ്യൂൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും. അതിനെപ്പറ്റി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യും. സാർ, ഇതിനകത്തെ പോയത്തിനകത്തുള്ള ഒരു പേലോഡാണ്. ഈ പറയുന്ന പോലെ വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൃഷ്ടിച്ച ഒരു ആർട്ടിഫിഷ്യൽ എൻവറോൺമെൻറ്റാണ്. ഇതിനകത്ത് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ പ്രഷറൈസ്ഡ് ആണ്. നമുക്കറിയാം ബഹിരാകാശത്ത് ഔട്ട്സൈഡ് എല്ലാം വാക്കുവാണ്. ഭൂമിയിലാവുമ്പം ഈ വെള്ളവും വളമൊക്കെ എഗൻസ്റ്റ് ഗ്രാവിറ്റി വേണം ഇതിൻ്റെ സ്റ്റെമ്മിൽ കൂടെ പോകാൻ. ഇവിടെ അങ്ങനെ ആ ഒരു ഗ്രാവിറ്റിയുടെ എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ ആ വിത്ത് മുളയ്ക്കുക എന്നുള്ള പ്രോസസ്സ്, അല്ലെ ഇലയുണ്ടാകുന്ന പ്രോസസ്സ്, അതും ഈ ഗ്രാവിറ്റി ഇല്ലാത്തൊരു അന്തരീക്ഷത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ജിജ്ഞാസയിൽ നിന്നാണ് നമ്മൾ ഈ പരീക്ഷണം തുടങ്ങിയത്. ഇതൊരു ചെറിയ പരീക്ഷണമാണെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ സ്പേസ് ഫാമിംഗ്, അല്ലെങ്കിൽ സ്പേസിൽ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പോലെയുള്ള നമ്മുടെ ഫ്യൂച്ചർ മൊഡ്യൂൾസിൽ എങ്ങനെ പച്ചക്കറികളും മറ്റും ഉൽപ്പാദിപ്പിക്കാം, അതിൻ്റെ ഒരു ചെറിയ തുടക്കം. ഇതിനകത്ത് ഈ കാണുന്നതാണ്. ഇവിടെയാണ് നമ്മൾ വിത്തിടുന്നത്. ഇതിനടിയിലൊരു പ്രത്യേകതരം സോയിലുണ്ട്, മണ്ണ്. പിന്നെ ഇതിനകത്തൂടെ അടിയിലൊരു സിലിണ്ടറിൽ വെള്ളമുണ്ട്. ആ വെള്ളം ഒരു പ്രഷറൈസ്ഡ് ഗ്യാസ്, ഒരു ജെറ്റ് വഴി ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ ക്യാപില്ലറി റൈസ് വഴി വെള്ളം ഇതിനകത്തേക്ക് സ്പ്രെഡാവും. അതുപോലെ വളവും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കാത്തിരിപ്പാണ് അതിൻ്റെ ആ മുള പൊട്ടുന്നത്. അത് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഓരോ ദിവസത്തെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. കൃത്യമായി ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വിത്തുകൾ മുളച്ചു, അതിന് ഇല വിരിഞ്ഞു. ഇപ്പോൾ കൂടുതൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ആ ഘട്ടം കഴിഞ്ഞു. ഇത് ഇവിടെ പരീക്ഷിച്ചതിൻ്റെ ദൃശ്യമാണല്ലോ. ഇത് ഗ്രൗണ്ടിൽ നമ്മളെടുത്ത ഫോട്ടോ, ഇങ്ങനെ പല ദിവസം എടുത്ത ഫോട്ടോ ഒരൊറ്റ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതുപോലെ ആയിരിക്കും നമ്മൾ സ്പേസിലും പ്രതീക്ഷിക്കുന്നത്. അതായത് വിത്ത് മുളച്ച് അതിന് 2 ഇല വരുന്ന വരെയുള്ള പരീക്ഷണങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ഇവിടുത്തെ നമ്മൾ ചെയ്യുമ്പം ഈ ഗ്രാവിറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള അന്തരീക്ഷമല്ല സ്പേസിൽ ഈ വിത്ത്, അല്ലെങ്കിൽ അത് മുളയ്ക്കുമ്പോൾ അതിനുണ്ടാകുന്ന ആ ഒരു എൻവറോൺമെൻറ്റ് ഡിഫറെൻ്റ്. അപ്പോൾ ആ കണ്ടീഷനിൽ ഇതിൻ്റെ ഈൽഡ് എത്രയായിരിക്കും, ഇതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഇത്തരം പരീക്ഷണങ്ങൾ കൂടുതൽ നമുക്കറിയേണ്ടത്. ചില രാജ്യങ്ങൾ ക്ലെയിം ചെയ്യുന്നു സ്പേസിലെ പ്രൊഡക്ഷൻ്റെ ഈൽഡ് കൂടുതലാവാം, പ്രത്യേകിച്ച് ചില വിത്തുകൾ കൂടുതൽ ഈൽഡ് തരാം. അതൊക്കെ നമ്മളും സ്വയം പരീക്ഷിച്ച് ചെയ്യണം. ഒരുപക്ഷെ അങ്ങനെ പറ്റിയാൽ നമുക്ക് വളരെ കൂടുതൽ ക്വാളിറ്റിയുള്ള വിത്തുകൾ സ്പേസിൽ ഉൽപ്പാദിച്ച് ഒരുപക്ഷെ ഭൂമിയിൽ കൊണ്ടുവന്ന് അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റുമോ, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഈ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ റീലൊക്കേറ്റർ റോബോട്ടിക് മാനിപ്പുലേറ്റർ. ഇത് ഒരു യന്ത്രക്കൈ, ബഹിരാകാശത്ത് ഉള്ള ഒരു യന്ത്രക്കൈ. ഇതിൻ്റെ ഒരു ഗുണം എങ്ങനെയാണ് ഇത് വിജയിച്ചപ്പോൾ? ഇത് യന്ത്രക്കൈ പറഞ്ഞ പോലെ റോബോട്ടിക് ആം തീർച്ചയായിട്ടും ഒരു കോംപ്ലിമെൻ്ററി ടൂളാണ് മനുഷ്യന്. അത് ഭൂമിയിലായാലും ഇപ്പം ഭൂമിയിൽ തന്നെ പല ക്രിട്ടിക്കലായിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യുന്ന റോബോട്ടിക് ആമാണ്. പക്ഷെ നമുക്ക് സ്പേസിൽ സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാനും അല്ലെങ്കിൽ അതിനകത്തുള്ള കാർഗോ മൂവ് ചെയ്യാനൊക്കെ റോബോട്ടിക്സ് ആം വേണ്ടി വരും. കാരണം എപ്പോഴും
അവിടെ ആൾക്കാരുണ്ടാവണമെന്നില്ല പല സമയത്തും. തന്നെയല്ല ആദ്യത്തെ ആ സൃഷ്ടിയുടെ ആദ്യകാലങ്ങളിലൊക്കെ ആളുണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ റൊബോട്ടിക് ആം ഈ സൈസല്ല നമുക്ക് വേണ്ടത്. പക്ഷേ ഈ സൈസിലാണ് PSLVക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഈ സൈസാണ്. കാരണം PSLVയുടെ പേലോഡ് കേപ്പബിലിറ്റിയും ഒക്കെ കണക്ക് കൂട്ടി നമ്മളതിൻ്റെ ഒരു റെഡ്യൂസ്ഡ് വേർഷൻ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഇത് ടെക്നോളജി നമുക്ക് സ്കെയിലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു സൈസിലേക്കുള്ള റോബോട്ടിക് ആമായിട്ട് നമുക്ക് വികസിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊരു എൻഡ് എഫക്ടറുണ്ട്. അതിന് ഒരു വസ്തുവിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും, എടുത്തിട്ട് ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റും. അപ്പം പല പരീക്ഷണങ്ങൾ നടത്താം. നമുക്ക് വേണമെങ്കിൽ ഒരു സാറ്റലൈറ്റ് റിപ്പയർ ചെയ്യണമെങ്കിൽ അതിനെ തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ കാർഗോയ്ക്ക് ഉപയോഗിക്കാം. അങ്ങനെ പല പരീക്ഷണങ്ങളും നമുക്ക് ഈ റോബോട്ടിക് ആം വെച്ച് നടത്താൻ പറ്റും. ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എത്രത്തോളം ഭാരം വഹിക്കാൻ? ഇതിപ്പം കൂടുതൽ 4-5 കിലോയ്ക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് എന്താ പറയുക, ഈ പറയുന്ന ഈ ജോയിൻസിൽ വെച്ചിരിക്കുന്ന മോട്ടറും അതുപോലെ നമുക്ക് ഏതെങ്കിലും ഇതിലേക്ക് നമുക്കൊരു ക്രെയിനോ അല്ലെങ്കിൽ അതുപോലെയൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പോലെ നമുക്ക് ആവശ്യമുള്ള റേറ്റിങ്ങിൽ അതിനെ ഡിസൈൻ ചെയ്യും. അപ്പോൾ ഇത്തരം പരീക്ഷണങ്ങൾ നമുക്ക് കൂടുതലായിട്ടും മറ്റുള്ള അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ ചേർന്ന് കൂടുതൽ വിശാലമായ പരീക്ഷണങ്ങൾ നമുക്ക് കൂടുതൽ ഭാവിയിൽ പ്ലാൻ ചെയ്യണം. വലിയ നേട്ടങ്ങൾ ഇനിയും ISROയ്ക്കും VCCക്കും ഉണ്ടാക്കാൻ കഴിയട്ടെ. വളരെ നന്ദി സാർ. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറ പേഴ്സൺ S. സനോഷിനോടൊപ്പം RB സനു, മീഡിയ 1.